കോയമ്പത്തൂരിലെത്തുന്ന പ്രധാന സേവകരെ സ്വീകരിക്കാൻ ആവേശത്തിലാണ് പ്രവർത്തകർ. അമ്മമാരടക്കമുള്ള പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കോയമ്പത്തൂരിൽ നിന്നും അർജുൻ PS ചേരുകയാണ്. അർജുൻ, എത്ര മണിക്കായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ എത്തിച്ചേരുക? എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ? ഒപ്പം എത്രത്തോളം സുരക്ഷാ വലയത്തിലാണ് നഗരം? നമ്മളിപ്പോൾ നിൽക്കുന്നത് RS പുരത്താണ്. അതായത് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ അവസാനിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സായിബാബ കോളനിയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം 5:15 പ്രധാനമന്ത്രി സായിബാബ കോളനിയിലേക്ക് എത്തും. അവിടെ നിന്നുമാണ് പിന്നീട് റോഡ് ഷോ മേട്ടുപ്പാളയം വഴി RS പുരത്ത് എത്തുക. RS പുരത്തെ സമാപിക്കുകയാണ് ചെയ്യുക. നമുക്ക് ഇത് കാണുന്ന പോലെ മോദിയുടെ ഫ്ലെക്സുകളെല്ലാം പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷത്തിലാണ് ജനങ്ങളുള്ളത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എവ്വളவு സന്തോഷം ഇருக்கு മോദി വരുന്നതില്? മോദി വരുന്നതിന്റെ സന്തോഷം ഭയങ്കര സന്തോഷ. വീണ്ടും മോഡി, വീണ്ടും മോഡി. നമുക്ക് മോഡി തന്നെ വേണം, വേറെ ആരും വേണ്ട. നമുക്ക് മോഡി നമുക്ക് പ്രഥമരായി വന്ന ഭയങ്കര സന്തോഷം. നാട്ടിലെല്ലാവരും സന്തോഷപ്പെടും. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണുള്ളത്. മോദി തന്നെയാണ് വരേണ്ടത്, അടുത്ത തവണയും മോദി തന്നെ വരണമെന്നുള്ള ആ ഒരു അവിശ്വാസത്തിലും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലുമാണ് ഓരോ പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അടക്കം നടക്കുന്നതാണ്. മോദിയെ വരവേൽക്കുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി വിവിധ പരിപാടികൾ അരങ്ങേറുന്നു. വിവിധ വേഷങ്ങൾ കെട്ടിയ ദൈവ വേഷങ്ങൾ കെട്ടിയ കുട്ടികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളാണ് നരേന്ദ്രമോദിയെ ഒന്ന് കാണുവാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ, അതായത് സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടായിരിക്കുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് നരേന്ദ്രമോദിയെ ഒന്ന് കാണുവാൻ. അതായത് ചെറിയ ചൂടുണ്ട്, എന്നാൽ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ പ്രധാനമന്ത്രിയെ ഒന്ന് കാണുവാൻ, തങ്ങളുടെ പ്രധാന സേവകനെ ഒന്ന് കാണുവാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. അമ്മമാരടക്കം ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെ അല്ലെങ്കിൽ ഒരു റോഡ് ഷോ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 400-ലധികം എന്ന മാന്ത്രിക സംഖ്യ അത് വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുമുള്ള MP-മാരുടെ എണ്ണം വേണം. അത്തരത്തിൽ ആ MP-മാരെ തങ്ങൾ നൽകുമെന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് ഓരോ ആളുകളും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മോദിയുടെ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട്, മോദിയുടെ മുഖം കൈകൾ പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോദിയുടെ പരിപാടി ഇവിടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി ഇവിടെ നടത്താതിരിക്കാൻ പല ശ്രമങ്ങളും നടന്നിരുന്നു. പിന്നീട് കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ തന്നെ പരിപാടി നടത്താമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതോടനുബന്ധിച്ച് ഇവിടെ യോഗ നടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് അല്ലെങ്കിൽ കാഴ്ചകളാണ് നരേന്ദ്രമോദിക്കായിട്ട് കോയമ്പത്തൂരിൽ ഒഴുകിയിരിക്കുന്നത്. കോയമ്പത്തൂരിലെ ജനങ്ങളാകെ ഒന്നാകെ ഒഴുകിയെത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ ഒന്ന് കാണുവാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ, അദ്ദേഹത്തിന് തങ്ങളാൽ കഴിയുന്നത് ചെയ്യുവാൻ നിരവധി പേരാണ് ഇപ്പോൾ ഒഴുകിയെത്തിയിരിക്കുന്നത്. മാത്രമല്ല പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസുകാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ജനങ്ങളോട് സഹകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വഴിനീളെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് വാഹനങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. മോദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തു വിളിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. തമിഴ്നാട്ടിൽ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. പക്ഷേ ആദ്യ തവണയാണ് ഇപ്പോൾ ഈ മാസത്തെ ആദ്യ തവണയാണ് അദ്ദേഹം ഇവിടെ എത്തി ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് ജനങ്ങളുള്ളത്. നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മമാരടക്കമുള്ളവർ, ചെറിയ കുട്ടികളടക്കമുള്ളവർ, പെൺകുട്ടികളടക്കമുള്ളവർ ഇവിടെ എത്തി നരേന്ദ്രമോദി ഒരു നോക്ക് കാണുവാൻ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാൻഡ് മേളമുണ്ട്, അത്തരത്തിൽ ചെണ്ടമേളമുണ്ട്, വിവിധ തരത്തിലുള്ള കലാപരിപാടികളുണ്ട്. അങ്ങനെ
പലതരത്തിലുള്ള പരിപാടികൾ കൊണ്ടുവന്ന യോഗ അടക്കം ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് മോദിയെ വരവേൽക്കുവാൻ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ ശരി, പ്രധാന സേവകരെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ കോയമ്പത്തൂർ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്.